സന്ധ്യാസമയത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഈ സന്ധ്യാസമയം ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ആയിരിക്കുന്ന നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയുടെ അടുത്ത് വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പരിചയമുള്ള പലരും ഈ ലൈനിലുണ്ട്. അവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കർത്താവിൻ്റെ ദാസൻ പാർഷം ജയബ്രാം അവറുകൾ, കർത്താവിൻ്റെ ദാസി, പ്രിയപ്പെട്ടവരെ നേതൃത്വം കൊടുക്കുന്ന മറ്റ് പല പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ പ്രവർത്തനം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസമായി തീരുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, അനേകം വാട്സപ്പിലൂടെ അനേകം മീറ്റിങ്ങുകൾ, പ്രയർ ഗ്രൂപ്പുകളൊക്കെ വിവിധ ഇടങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായി ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പുകൾ വളരെ കുറവാണ്. സ്തോത്രം. അതിൻ്റെ മധ്യത്തിൽ വളരെ ശക്തമായി ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാൻ പ്രിയ സന്നിപാർശ്വദൈവം ഉപയോഗിച്ചത് ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ തന്നെ ദീർഘവർഷങ്ങളായി ഞങ്ങൾ ഒരേ സഭയിൽ കർത്താവിനെ ആരാധിച്ചു വരുന്നു. ഞങ്ങളുടെ പ്രിയ പാർഷ പി സി വർഗീസ് അവറുകൾ, മറ്റ് ദൈവമക്കളൊക്കെ ഇന്ന് രാത്രി ലൈനിലുണ്ടല്ലോ. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഒരു ചെറിയ സഭയാണെങ്കിലും പ്രാർത്ഥനയിലൂടെ അനേകം അത്ഭുതങ്ങൾ കണ്ട ദൈവമക്കൾ കൂടുന്നൊരു സഭയാണ് അടിയങ്ങൾ കൂടുന്ന സഭ. ഞാനത് ഓർപ്പിക്കുവാനുള്ള കാരണം, പലർക്കും അറിയാവുന്നതുപോലെ വളരെ അമേരിക്കയിൽ കടന്നു വന്നതിന് ശേഷം വളരെ പ്രതികൂലങ്ങളിലൂടെ, വളരെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ഞാനും എൻ്റെ കുടുംബവും. സ്തോത്രം. പലർക്കും ആ വിഷയങ്ങൾ അറിയാം. പ്രതീക്ഷിക്കാത്ത അനേക പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. സ്തോത്രം. എന്നാൽ ആ സമയത്ത് വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും, ഞാൻ ഓർക്കുന്ന പ്രിയ സന്നിപാർഷൻ, ഇതിനു മുമ്പ് നേരത്തെ ആ സമയങ്ങളിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്നും ഈ വിഷയം പ്രത്യേകമായി പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളെ വളരെ പ്രാർത്ഥനയിലും മറ്റെല്ലാ രീതിയിലും സഹകരണം നൽകിയ ഒരു കുടുംബമാണ് കർത്താവിൻ്റെ ദാസൻ്റെ കുടുംബം. അത് ഞാനിപ്പോൾ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി വളരെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും അവസരമൊരുക്കി. അതെല്ലാം ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു. ഞാൻ ഈ ലൈനിൽ പ്രാർത്ഥനയിലിരുന്നപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഓർക്കുകയും ദൈവത്തിന് പിന്നെയും നന്ദി കരയേറ്റുകയും ചെയ്തു. സ്തോത്രം. പ്രത്യേകം വളരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡ് ചെയ്ത ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അർത്ഥമുള്ള, വളരെ മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാനിടയായല്ലോ. സ്തോത്രം. ആ പാട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാകട്ടെ. പല ദൈവദാസന്മാരുണ്ട്, അവരെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുകയും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ചില നിമിഷങ്ങൾ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വലിയൊരു പ്രസംഗിക്കുന്ന വ്യക്തിയല്ല ഞാൻ. കർത്താവിൻ്റെ വേല, സുവിശേഷ പ്രവർത്തനങ്ങൾ, വ്യക്തിപരമായി സുവിശേഷങ്ങൾ അറിയിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു മിനിസ്ട്രിയാണ് ദൈവം എനിക്ക് നൽകിയിട്ടുള്ളത്. സ്തോത്രം. പ്രത്യേകം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം, അതിൻ്റെ 10-11 വാക്യങ്ങൾ. ചാപ്റ്റർ 13 വേഴ്സ് 10 and 11. ഞാൻ തന്നെ വായിക്കാം. ഒരു ശബ്ബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും വളരെ നന്നായി അറിയാവുന്ന അനേകം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു മനോഹരമായ ഭാഗമാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പ്രത്യേകമായി ഈ പറയുന്ന സംഭവം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിനെ 2 ഭാഗമായിട്ട് ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അവസാനം വരെയും ആ 2 ഭാഗങ്ങൾ ഞാൻ എടുത്ത് പറയുവാനിടയാകും. സ്തോത്രം. ഒന്ന്, നിവർത്താൻ കഴിയാത്ത ഒരു പള്ളി. സ്തോത്രം. നിങ്ങൾക്കത് മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി, നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയും, 18 വർഷമായി സ്തോത്രം ഒട്ടും നിവരുവാൻ കഴിയാതെ, ഈ 18 വർഷമായിട്ടും ഈ നിവരുവാൻ കഴിയാത്ത ഈ സഹോദരിയെ നിവർത്തുവാൻ കഴിയാത്ത ഒരു പള്ളി. സ്തോത്രം. രണ്ടാമത്, നിവരുവാൻ കഴിയാത്ത
ഈ പള്ളിയിലെ ഒരംഗം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ പ്രത്യേകമായി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിരിക്കുകയാണ്. സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിന് ചിലതൊക്കെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയണം. അല്ലെങ്കിൽ നാം ഈ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമാ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, അത് ഈ സിനഗോഗ് അല്ലെങ്കിൽ ഈ പള്ളി ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്തോത്രം. ഇതൊരു പ്ലേസ് ഓഫ് വർഷിപ്പ്. ദൈവത്തെ ആരാധിക്കുവാനും വചനം പഠിക്കുവാനുമായി ജനങ്ങൾ കൂടി വരുന്ന ഒരു സ്ഥലമാണ് ഈ പള്ളി എന്ന് പറയുന്നത്. നമുക്ക് ആ പുതിയ നിയമത്തിൽ ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തെ ആരാധിക്കാനും അതുപോലെ തന്നെ ദൈവവചനം പഠിക്കുവാനുമായി, വചനങ്ങൾ അറിവുള്ളവരിൽ നിന്നും കേട്ട് പഠിക്കുവാനുമായി അന്നത്തെ കാലത്ത് ആൾക്കാർ കൂടി വന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ പള്ളി. സ്തോത്രം. എന്നാൽ ഈ പള്ളിയിൽ കൂടി വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ 18 വർഷമായി ഈ പള്ളിയിൽ നമുക്ക് ഈ വാതുക്കലിരുന്നവരെയും വിഷയോ ചോദിച്ചവരൊക്കെ അറിയാം. ഇന്ന് രാത്രിയിൽ എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട വ്യക്തമായൊരു വിഷയം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. സ്തോത്രം. 18 വർഷമായി ഈ പള്ളിയിൽ അംഗമായിരുന്ന ഈ സഹോദരിക്ക് സ്തോത്രം, ഇവിടെ നടക്കുന്ന ആരാധന കൊണ്ടോ ഇവിടെ നടക്കുന്ന വചന പഠനം കൊണ്ടോ നൂരുവാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രധാന വസ്തുത ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സ്വാതന്ത്ര്യം നേരെ നിൽക്കുവാൻ, നിവരുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അനുഭവത്തിലൂടെ കഴിഞ്ഞ 18 വർഷമായി ഈ സഹോദരി ഈ പള്ളിയിലായിരിക്കുകയാ. സ്തോത്രം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 18 വർഷമായി പെന്തക്കോസ്ത് സഭയിൽ അല്ലെങ്കിൽ ആരാധനയിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കടന്നു വരുന്ന ഈ സഹോദരിക്ക് നൂരുവാനുള്ള, നിവര നിൽക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ താൻ കടന്നു പോകുന്ന അനുഭവങ്ങൾ തൻ്റെ തല കുനിക്കുന്നതായ, അല്ലെങ്കിൽ നിവരെ നോക്കി മറ്റുള്ളവരെ നിവരെ മുഖത്ത് നോക്കുവാൻ കഴിയാത്തതായ അനുഭവത്തിലൂടെ കടന്നു പോകുകയായി ഈ സഹോദരി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയാകട്ടെ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ ഈ ഭാഗങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റൊരു രീതിയിലും നമ്മുടെ ചിന്തകൾ കടന്നു പോകല്ല്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാ. സ്തോത്രം. ഇന്ന് രാത്രി നാം ഇതിൽ ഏത് ഭാഗത്താണ്? സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിന്റെ ദാസൻ വചനം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴൊക്കെ പല ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും ഈ ഭാഗം കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുവാനിടയായി. അനേക നാളുകളായി, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഞാൻ ദൈവ പൈതലാണെന്ന് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. എന്നാൽ ഇത്രയും നാളും ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ടും ദൈവത്തെ സ്തുതിച്ചിട്ടും ആലയത്തിൽ കടന്നു വന്ന് വചനം കേട്ടിട്ടും എനിക്ക് നൂരുവാൻ കഴിയാത്ത ഒരു അനുഭവത്തിലാണോ ഇന്ന് രാത്രി ഞാൻ കടന്നു പോകുന്നതെന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെല്ലാം ഒന്ന് ചിന്തിക്കുവാനിടയാകണം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 13-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ സഹോദരി ആരാ? 16-ാം വാക്യം ഒന്ന് വായിച്ച. 13-ന്റെ എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ. ഈ സഹോദരി ചെറിയ ആളൊന്നുമല്ല. സഹോദരി ആരാ? അബ്രഹാമിന്റെ മകളെന്ന് അഭിമാനിക്കുവാൻ കഴിയുന്ന സഹോദരിയാ. പലപ്പോഴും നമ്മളൊക്കെ സാക്ഷ്യം കേട്ടിട്ടില്ല. ഞാനും പറഞ്ഞിട്ടുണ്ട്, ഒരു പാസ്റ്ററുടെ മകനായി പാസനേജിൽ ജനിച്ചു വളരാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ ഭാഗ്യം ലഭിച്ചെങ്കിലും ഇന്നും നൂരുവാൻ കഴിയുന്നില്ലെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവസനിൽ നിവരെ നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആമേൻ, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അത് ഒന്നാമത്തെ ചോദ്യം. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുന്ന എൻ്റെ അനുഭവം എങ്ങനെയാണ്? സ്തോത്രം. രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ദീർഘവർഷങ്ങളായി നാം കൂടി വരുന്ന കൂടിവരവുകളുണ്ട്. ആമേൻ. നാം കൂടി വരുന്ന കൂടിവരവുകളിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെയെങ്കിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കൂടിവരവുകളിൽ കടന്നു വരുന്നവരുടെ ആമേൻ, സ്തോത്രം, ആമേൻ, അവരുടെ സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിന്നും ഒരു വിടുതൽ ലഭിച്ച് അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ
ആരാധിക്കുവാൻ, അല്ലെങ്കിൽ അവരെ സ്തോത്രം ബന്ധിച്ചൊതുക്കിയിരിക്കുന്ന അനേക അനുഭവങ്ങളിൽ നിന്നും അവർക്ക് ഈ കൂടിവരവുകൾ കടന്നു വരുന്നത് കൊണ്ട് ഒരു വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ നമ്മോട് വ്യക്തമായി ഇടപെടുവാൻ ഇടയാകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഈ പള്ളിയുടെ പ്രത്യേകത ആമേൻ ചില മിനിറ്റുകൾ കൊണ്ട് നിങ്ങളെ ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഈ പള്ളിയിൽ എന്തുണ്ട്? ആമേൻ, ആരാധനയുണ്ട്. സ്തോത്രം. ഈ പള്ളിയിൽ വചന പഠനമുണ്ട്. സ്തോത്രം. ഇതിനെല്ലാം സ്വാതന്ത്ര്യമുള്ള ഒരു പള്ളിയാണ് ഈ പള്ളി. ഹല്ലേലൂയ. എന്നാൽ അവിടെ കടന്നു വരുന്നവർക്ക് ആമേൻ നിവരെ നിൽക്കുവാൻ കഴിയാത്തതായ അനുഭവം, അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട് കടന്നു വരുന്ന വ്യക്തികൾക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ പള്ളി ഇന്നും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ആമേൻ സ്തോത്രം ശരിയായ വസ്തുത. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ആമേൻ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയായി തീരട്ടെ. ആമേൻ സ്തോത്രം. എന്നാൽ അതിൻ്റെ സ്തോത്രം ഒന്നാമത്തെ ആമേൻ 10ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ശബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. അവിടെ ഈ പള്ളിയിൽ ആരും കടന്നു വന്നു? സ്തോത്രം, ഹല്ലേലൂയ. ചർച്ചിലുള്ള പ്രസംഗമാണെങ്കിൽ നിങ്ങളുടെ മറുപടിയൊക്കെ കേൾക്കുവാൻ പറ്റും. ഇതിനകത്തത് പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ പ്രസംഗിച്ച് പരിചയമുള്ളത് കൊണ്ടൊരു ചെറിയ കൺഫ്യൂഷൻ ഇടയ്ക്ക് ഉണ്ടാകുന്ന, ക്ഷമിക്കണം. സ്തോത്രം. അവിടെ ആരും കടന്നു വന്നു? അവിടെ യേശു കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ആമൻ ദീർഘവർഷമായി ആമൻ വളരെ പ്രത്യാശയോടെ, വളരെ പ്രതീക്ഷയോടെ ആമൻ സഭയിലേക്ക് കടന്നു വന്ന ഈ സഹോദരി ആമൻ ഈ 18ാമത്തെ വർഷവും പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കിപ്പോഴും ഒരു മോചനമില്ലേ? എനിക്കിപ്പോഴും ഒരു വിടുതലില്ലേ? എനിക്കിപ്പോഴും നൂരുവാൻ കഴിയത്തില്ലേ? അവൻ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഹല്ലേലൂയ അവൻ പാടി സന്തോഷിക്കുവാൻ, ആർക്കുവാൻ, സ്തുതിക്കുവാൻ, വചനം കേൾക്കുവാൻ ഒക്കെ ഇടയായെങ്കിലും ഇന്നും ഞാനൊരു കൂനിയായി കഴിയുന്നല്ലോ, എനിക്കൊരു സ്വാതന്ത്ര്യം വേണമല്ലോ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, അവിടെ അങ്ങനെയൊന്നും അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ആ പ്രാർത്ഥന കേട്ട കർത്താവ് ഈ 18ാമത്തെ വർഷം ഹല്ലേലൂയ ഈ പള്ളിയിൽ കടന്നു വന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? അവൻ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ അവൻ 12ാമത്തെ വാക്യം. സ്തോത്രം, ഹല്ലേലൂയ. 12ാമത്തെ വാക്യം. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ 18 വർഷവും എന്തുണ്ടായിരുന്നു? ഞാൻ ഓർപ്പിച്ച്, അവിടെ ആരാധന ഉണ്ടായിരുന്നു, അവിടെ സ്തോത്രം പ്രാർത്ഥന ഉണ്ടായിരുന്നു, അവിടെ വചനം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്തോത്രം. എന്നെ പോലെയുള്ള ഭാഷന്മാരൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, ഈ സഹോദരിക്കൊരു വിടുതൽ ലഭിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, ദൈവമക്കളെ, ആമേൻ നമ്മോടുകൂടെ ആരാധിക്കുന്ന ചിലർക്ക് ആമേൻ അവർ ചില ബന്ധനത്തിലാണെന്നുള്ളതും, ആമേൻ സ്തോത്രം, അവർക്കൊരു പ്രാർത്ഥനയുടെ കൈത്താങ് ആവശ്യമാണെന്നും, ആമേൻ ഹല്ലേലൂയ, അവർക്കൊരു വിടുതൽ ആവശ്യമാണെന്നും ആമേൻ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയായി തീരണം. പലപ്പോഴും ആമേൻ നമ്മോടുകൂടെ ജോലി ചെയ്യുന്നവര്, ആമേൻ നമ്മോടുകൂടെ ആരാധിക്കുന്നവര്, ആമേൻ പലപ്പോഴും നമ്മുടെ ഭവനത്തിലുള്ളവർ പോലും അവൻ കടന്നു പോകുന്ന ഹല്ലേലൂയ അവൻ വിഷമ ഘട്ടങ്ങൾ അവൻ മനസ്സിലാക്കുവാൻ നമ്മെ കൊണ്ട് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്ന കർത്താവ് എന്ത് ചെയ്തു? ആമേൻ സ്തോത്രം. ഈ സ്ത്രീയെ യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയായിരുന്നു, എത്ര നാളുകളായി ഈ സഹോദരി അതൊന്ന് ആഗ്രഹിച്ചു കാണും. ആരെങ്കിലും ആമേൻ എന്നെ ഒന്ന് വിളിച്ച്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു നമ്മിൽ ചിലരൊക്കെ ഈ ഘട്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനും കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രിയിലും ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഈ സഹോദരി എത്രയോ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു, ആരെങ്കിലും എന്നെ ഒന്ന് അടുത്ത് വിളിച്ച് സ്തോത്രം, ആരെങ്കിലും എന്നെ ഒന്ന് അടുത്ത് വിളിച്ച് ഒരാശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞെങ്കിൽ നന്നായിരുന്നു.
ആമേൻ, ഹല്ലേലൂയ. ആരെങ്കിലും എന്നെ ഒന്ന് ഫോൺ വിളിച്ച്, സഹോദര, ആമേൻ, പാസ്റ്ററെ, സഹോദരിയെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം നിന്നെ കൈവിടത്തില്ലെന്ന് അവൻ ഒന്ന് പറഞ്ഞെങ്കിൽ നന്നായിരുന്നുവെന്ന് ദീർഘമാക്കാ നാളുകളായി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരിയായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൂടെ ഇരിക്കുന്നവർ, ആരാധിക്കുന്നവർക്കും ആമൻ, അവർക്ക് നുവരാൻ പറ്റിയില്ലല്ലോ, എനിക്കെന്നാ എന്ന് ചിന്തിക്കുന്ന ആമൻ ഒരു കൂട്ടത്തിൻ്റെ മധ്യത്തിലാണ് ദൈവമക്കളെ നാം ഒക്കെ ആയിരിക്കുന്നതെന്നുള്ളത് വളരെ ആമൻ പച്ചയായ ഒരു സത്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വളരെ വ്യക്തമായി ചോദിക്കട്ടെ, നമ്മോടുകൂടെ ആരാധിക്കുന്നവർ കടന്നു പോകുന്ന അനുഭവം ആമൻ അറിയുന്നവർ എത്ര പേരുണ്ട്? അത് തിരക്കാനുള്ള സമയമുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമൻ, ഭാരത്തോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ കടന്നുപോയി ഒന്ന് മുട്ടുമടക്കുവാൻ ആമൻ സമയമെടുക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമൻ, പ്രാർത്ഥനയുണ്ട്, ആമൻ, ഉണർവുണ്ട്, ആമൻ, പ്രസംഗമുണ്ട്, വചനം പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ഇന്നും ആമൻ കൂനിയായിരിക്കുന്ന ഒരു സഹോദരി നമ്മോടുകൂടെ ആരാധിക്കുന്നുവെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 സ്തോത്രം, ഹല്ലേലൂയ. മനസ്സലിവന്റെ ആ കർത്താവ്, ഹല്ലേലൂയ, ആമൻ, സ്തോത്രം. അവന്, നമ്മുടെ കർത്താവിന് ആ സഹോദരിയെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവൻ്റെ മനസ്സലിഞ്ഞു. ആമേൻ. ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനിടയാകട്ടെ. നമ്മുടെ കൂട്ടുവിശ്വാസികളുടെ അനുഭവങ്ങൾ കാണുമ്പോൾ, ഹല്ലേലൂയ, നമ്മോടുകൂടെ ഉള്ളവരുടെ, നമ്മുടെ അയൽക്കാരുടെ, നമുക്കറിയാവുന്ന ആൾക്കാരുടെ, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് അലിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചിൽ ഓർപ്പിച്ചൊരു വിഷയമുണ്ട്. ഹല്ലേലൂയ. അതെൻ്റെ അനുഭവത്തിലൂടെ വളരെ എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയമായതുകൊണ്ട് ഞാനത് ഓർപ്പിക്കുന്നെന്നുള്ളൂ. മറ്റൊരു രീതിയിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു മനോഹരമായ റെസ്റ്റോറൻറ്റ് ഇവിടെ ഒക്കലഹോമയിലുണ്ട്. അനേകർ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതിൽ ഒരു ഡൽഹിക്കാരനുണ്ട്. സ്തോത്രം, ഡൽഹി സ്വദേശിയാണ്. അദ്ദേഹവും ഹോംലെസ് ആണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം അദ്ദേഹം, ഞങ്ങൾ അവിടെ ഹോംലെസ് ആയിട്ട് വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫുഡ് കൊടുക്കും. അദ്ദേഹം എന്നും വന്ന് ഫുഡ് മേടിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു കെട്ട് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിൻ്റെ ബാഗിനകത്തുണ്ട്. നല്ല ജോലി ഉണ്ടായിരുന്ന വ്യക്തി, എന്നാൽ മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമയായപ്പോൾ അദ്ദേഹത്തിൻ്റെ സുബോധം നഷ്ടപ്പെട്ടിട്ട് അവൻ ഭവനമില്ലാതെ അലഞ്ഞു നടക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഫുഡ് കൊടുക്കുന്ന ഞങ്ങളുടെ സ്റ്റാഫിനോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് ഈ ഫുഡ് തരുന്നതെന്ന്? ആമേൻ, സ്തോത്രം. ആ വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞു, സ്തോത്രം, ഞങ്ങൾ യേശുവിനെ ആരാധിക്കുന്നവരാണ്, യേശുവിൻ്റെ സ്നേഹമാണ് ഞങ്ങളെ അതിനു വേണ്ടി നിർബന്ധിക്കുന്നതെന്ന്. ഇന്ന് രാത്രി ഞാൻ ആ ഉദാഹരണം, ഞാൻ കടന്നുപോയൊരു അനുഭവമായതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇന്ന് രാത്രി ദൈവമക്കൾ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ചിലരോട് ആമേൻ സഹതാപം കാണിക്കുവാനാ, ചിലരോട് അനുകമ്പ കാണിക്കുവാനാ. പലപ്പോഴും പലതും നാം കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ വിഷയത്തിന് വേണ്ടി ഓടുമ്പോൾ, ഇന്ന് രാത്രി ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നാം ഒന്ന് മടങ്ങി വരുവാനിടയാകണം. സ്തോത്രം, ഹല്ലേലൂയ. യേശു അവളെ അടുക്ക വിളിച്ചിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്നിലുള്ള ആ സൗഖ്യമാക്കുന്ന ആ ശക്തി അവളിലേക്ക് പകർന്നിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അവളോട് പറയുകയാണ്, നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഏത് ബന്ധനമാ? നുവരെ നിൽക്കുവാൻ കഴിയാത്ത, നിവർന്നു നിൽക്കുവാൻ കഴിയാത്തതായ വിഷയങ്ങളിലൂടെ നീ കടന്നു പോകുകയാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി നീ സൗഖ്യത്തോടെ വേണം മടങ്ങിപ്പോകണമെന്ന്. ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് കേവലം ചർച്ചിൽ കടന്നു വന്ന് പാട്ടുപാടി കയ്യും കൊട്ടി വചനവും കേട്ട് മടങ്ങിപ്പോകുവാനല്ല. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ചിലരിലേക്ക് ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന അത്ഭുത സൗഖ്യത്തിന്റെ ശക്തി പകർന്നു കൊടുക്കുവാൻ, ഹല്ലേലൂയ, ദൈവം നമ്മിൽ പകർന്നിരിക്കുന്നതായ സ്തോത്രം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിലേക്ക് പകർന്ന് അവരും വിടുവിക്കപ്പെടുവാൻ ഇടയാകണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിനുവേണ്ടി എത്ര പേര് ഒരുക്കപ്പെടും? ഹല്ലേലൂയ, സ്തോത്രം. കേവലം ഒരു ക്ലബ്ബുകളായി, സ്തോത്രം,
നമ്മുടെ കൂടിവരവുകൾ മാറിയിരിക്കുകയല്ലേ? ആമേൻ, സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന എത്രയോ ആരാധനകൾ, എത്രയോ കൂടിവരവുകൾ കണ്ടിട്ട് എത്രയോ വർഷമായി ദൈവമക്കളെ. ഹല്ലേലൂയ. ആമേൻ, ഞാൻ വിശ്വസിക്കുന്നു 18 വർഷത്തിന് ശേഷം ആ പള്ളിയിൽ സ്തോത്രം അവർ കഴിഞ്ഞ നാളുകളിൽ ആരാധിച്ചിരുന്ന ദൈവം ആരാണെന്ന്, ആ ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞൊരു പകൽക്കാലമാണ് എൻ്റെ യേശു കർത്താവ് കടന്നു വന്ന ആ പകൽക്കാലം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്തുകൊണ്ട് അത് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നില്ല? എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലാഞ്ഞിട്ടാണോ? ഇന്ന് രാത്രികാലം നാം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഞാൻ വളരെ വേഗം മുമ്പോട്ട് പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. യേശു അവളോട് പറയുക, സ്തോത്രം, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദീർഘനാളുകളായി അവൾ ആ സഹോദരി കേൾക്കുവാൻ ആഗ്രഹിച്ച ശബ്ദം. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതായ ആശ്വാസത്തിന്റെ വിടുതലിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ കേട്ടിട്ടും ഞാൻ വിടുവിക്കപ്പെട്ടിട്ടും ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ. എൻ്റെ കൂടെ ആരാധിക്കുന്ന സ്തോത്രം, ബന്ധനത്തിലായിരിക്കുന്ന, ഇന്നും ദീർഘവർഷങ്ങളായി എന്നോടുകൂടെ ആയിരുന്നിട്ടും ഇന്നും ഒരു വിടുതൽ പ്രാപിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിയോട് ഞാൻ അനുഭവിക്കുന്ന ആ സ്നേഹം പകർന്നു കൊടുക്കുവാൻ, ഞാൻ അനുഭവിക്കുന്ന ആ ശക്തി അവരിലേക്ക് പകർന്ന് അവർക്കും ഒരു വിടുതലായി മാറുവാൻ നമ്മെ കൊണ്ട് കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രികാലം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ അനുഭവം എന്നാണ് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി നമുക്ക് ഉണ്ടായിട്ടുള്ളത്? ഈ അടുത്ത നാളുകളിൽ സ്തോത്രം, എന്നാണ് നമ്മുടെ കൂടിവരകളിൽ നമുക്കത് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇന്ന് പകൽക്കാലവും, ഇന്നിവിടെ ഞായറാഴ്ചയാണല്ലോ, ഇന്ന് പകൽക്കാലവും ചർച്ചിൽ കടന്നുപോയി, സ്തോത്രം, പാട്ടുപാടി, സ്തോത്രം, ആരാധിച്ചു, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം കേട്ടു, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി, ഇന്ന് വൈകിട്ടും മറ്റൊരു കൂടിവരവിനും കടന്നുപോയി, അതും കഴിഞ്ഞിട്ടാണ് ഈ കൂടിവരവിലും ആയിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്നേഹം ഈ കൂടിവരവുകൾ നമുക്ക് വ്യക്തമായി അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? ആ ദൈവത്തിന്റെ ശക്തി വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? അല്ലാതെ മറ്റുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ 18 വർഷമായി സ്തോത്രം, കൂനിയായ ഈ സ്ത്രീക്ക് വിടുതൽ ലഭിച്ചത് സ്തോത്രം, എൻ്റെ യേശുവിന്റെ സാന്നിധ്യം ആ സ്ത്രീ അനുഭവിച്ചപ്പോഴാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സ്തോത്രം ഈ 18 വർഷമായിട്ടും ഇങ്ങനൊരു വിടുതൽ ആ പള്ളിയിൽ നടക്കാതെ ഇരുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ കാരണം കാണണമെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ സ്തോത്രം 14-ാം വാക്യത്തിലേക്ക് ഒന്ന് പോകണം. 14-ാമത്തെ വാക്യം. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. മതി, അടുത്ത ഭാഗത്തേക്ക് അങ്ങ് പോകണ്ട. സ്തോത്രം, ആ ഭാഗത്തിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു സൗഖ്യമാക്കിയത് കണ്ടപ്പോൾ ആർക്ക് നീരസമുണ്ടായി? പള്ളിപ്രമാണിക്ക്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെട്ട ഒരു വിഷയത്തിൽ തന്നെ ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ കൂടിവരവുകളിൽ സ്തോത്രം, ഹല്ലേലൂയ, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ആകാത്തതിന്റെ കാരണം ഹല്ലേലൂയ പലപ്പോഴും നമുക്ക് അനുഭവിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ചില പ്രമാണിമാരുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാനത് നമ്മുടെ ചർച്ചിലെ പ്രധാനപ്പെട്ട ആൾക്കാർ അങ്ങനെ ആ ഉദ്ദേശത്തിലല്ല ഞാൻ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പല വിഷയങ്ങളിലും ഞാനൊരു പ്രമാണിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ വ്യക്തമായി ഓർപ്പിക്കട്ടെ, ഞാനൊരു പ്രമാണിയായി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, കഴിഞ്ഞ 18
18 വർഷമായി ആമൻ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാതെ ഇരുന്നത്. ആമൻ സ്തോത്രം ഹല്ലേലൂയ. ഈ പ്രമാണി കാരണം അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ഈ പ്രമാണിക്ക് എന്തുണ്ടായത്? നീരസമുണ്ടായത്. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം മറ്റു ചില പ്രമാണിമാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കുരുടനായ വ്യക്തി ആമേൻ സ്തോത്രം, ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ആമേൻ സ്തോത്രം. ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അവൻ നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ അവൻ ചില പ്രമാണിമാർ ആമേൻ ഹല്ലേലൂയ അവരെന്ത് ചെയ്തു? അവനെ തടഞ്ഞു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവരെന്താ പറഞ്ഞത്? എൻ്റെ കർത്താവിന് ആമേൻ സ്തോത്രം ഇപ്പം നിന്റെ കാര്യം നോക്കാൻ സമയമില്ലെന്ന്. എന്നാൽ ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. എൻ്റെ കർത്താവിന് അവൻ പ്രമാണിമാരെ അല്ല ആവശ്യം, പിന്നെയോ എൻ്റെ കർത്താവിനെ ആവശ്യമുള്ള ആമൻ സ്തോത്രം നുവരുവാൻ കഴിയാത്ത, അവൻ കണ്ണു കാണുവാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ കർത്താവിന് ആവശ്യം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമൻ കാലാകാലങ്ങളായി കർത്താവിന് വേണ്ടി അവൻ തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിൻ്റെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ, അവൻ ദൈവത്തിന് ചില കാര്യങ്ങളൊക്കെ നമ്മെ കൊണ്ട് ചെയ്യുവാനുണ്ട്. അവൻ ദൈവത്തിന് ചില പദ്ധതികൾ നമ്മുടെ സഭയിൽ, നാം കൂടി വരുന്ന സഭയിൽ ചെയ്യുവാനുണ്ട്. ആമേൻ സ്തോത്രം. അതിനനുകൂലമായ ഒരു സാഹചര്യത്തെ ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പലപ്പോഴും അത് കഴിയാതെ വരുന്നത് കൊണ്ട് അവൻ നമ്മോടുകൂടെ ആരാധിക്കുന്ന പലരും ഇന്നും ബന്ധനത്തിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അവൻ വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ ഞാൻ ഓർപ്പിക്കട്ടെ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ വളരെ വിശ്വാസത്തോടെ ഒരു വ്യക്തിയോടെങ്കിലും നമുക്ക് പറയുവാൻ കഴിയുന്നുണ്ടോ, ഞാൻ അനുഭവിക്കുന്ന ആമേൻ സ്വാതന്ത്ര്യത്തിലേക്ക് നീയും കടന്നു വരണമെന്ന്? കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഒരു രോഗി നമ്മുടെ അടുത്ത് കടന്നു വന്നാൽ ആദ്യം നമ്മൾ പറയുന്നത് എന്താ? ആമേൻ സ്തോത്രം. നല്ല ഇൻഷുറൻസ് ഉണ്ട്, അത് എടുത്തിട്ടുണ്ടോ? ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതി, ഇന്ന ഡോക്ടറെ കണ്ടാൽ മതി. എന്നാൽ അതിലെല്ലാം മുമ്പ് എന്നെ സൗഖ്യമാക്കിയ ഒരു കർത്താവുണ്ടെന്ന് തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ ഒരു രോഗിയോട് പറയുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ 18 അല്ല 50 വർഷമായാലും ആമേൻ സ്തോത്രം നീയും അവൻ ഇന്നും ബന്ധനത്തിൽ തന്നെയാ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും അവൻ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ അവൻ നിന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവ ശക്തിയുണ്ട്. ആ ശക്തിയാൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ വിടുവിക്കപ്പെട്ടവനാണെന്ന് അവൻ ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ, അവൻ പ്രിയ വിശ്വാസിയെ, പ്രിയ ദൈവദാസനെ, ഇന്നും ആ സഹോദരിയെ പോലെ നീയും ബന്ധനത്തിലാണെന്നുള്ളത് അവൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാ. ആമേൻ സ്തോത്രം. നമ്മുടെ ചുറ്റുമുള്ള ബന്ധനത്തിലായിരിക്കുന്ന വ്യക്തികളെ അവൻ കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ, അവരെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അവൻ ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന ശക്തിയെ അവരിലേക്ക് പകർന്ന് അവരെ ഈ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ നീയും ബന്ധനസ്ഥനാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവൻ മടങ്ങി വരുവാൻ ഇന്ന് രാത്രി അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാ. ഹല്ലേലൂയ. അവൻ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നവർ സ്വാതന്ത്ര്യം അനുഭവിച്ച് മടങ്ങിപ്പോകണം. നമ്മുടെ സഭയിലേക്ക്, നമ്മുടെ കൂടിവരവിലേക്ക് കടന്നു വരുന്നവർ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവൻ നമ്മുടെ മെസ്സേജ് കേൾക്കുന്നവർ, അവൻ നമ്മുടെ സാക്ഷ്യം കേൾക്കുന്നവർ, നമ്മുടെ ഗാനം കേൾക്കുന്നവർ ഹല്ലേലൂയ, അവൻ സ്വാതന്ത്ര്യം പ്രാപിച്ച് മടങ്ങിപ്പോകുവാനിടയാകണം. ഇന്ന് രാത്രിയിലും എൻ്റെ പ്രാർത്ഥന ഒന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ സ്തോത്രം. അല്പസമയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനം സംസാരിച്ചത് കൊണ്ട് എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഹല്ലേലൂയ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ, ആമേൻ നൂരുവാൻ കഴിയാതെയുള്ള ആമേൻ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഇവിടെ 13-ാം 16-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ ആമേൻ സാത്താൻ 18 സംവത്സരമായി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആരാധനയ്ക്ക് കടന്നു വന്നതുകൊണ്ട്, പ്രാർത്ഥിച്ചതുകൊണ്ട്, നമ്മോടുകൂടെ കൂട്ടായ്മ ആചരിച്ചതുകൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ എല്ലാവരും പെട്ടെന്ന് നാം വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അത് മാത്രമാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത്. നമ്മോടുകൂടെ ആരാധിക്കുന്നവർ, ആമേൻ നമ്മോട് സംസാരിക്കുന്നവർ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മോടുകൂടെ ജോലി ചെയ്യുന്നവർ, നമ്മോടുകൂടെ പഠിക്കുന്നവർ, നാം കാണുന്ന അനേകർ ഹല്ലേലൂയ
ഹല്ലേലൂയ, ഒരാശ്വാസത്തിന്റെ വാക്കിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ദൈവമക്കളെ. ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ആമൻ. നമ്മുടെ ആരാധനാലയങ്ങൾ, ഹല്ലേലൂയ, ആമൻ, നമ്മുടെ ഭവനങ്ങൾ, ഹല്ലേലൂയ, ആമൻ, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഇടങ്ങളായി ആമൻ ഈ ദിവസങ്ങളിൽ മാറുവാനിടയാകട്ടെ. ആമൻ. സ്തോത്രം. ഹല്ലേലൂയ. അതിന് യേശുവിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശു ഈ ആലയത്തിൽ കടന്നു വന്നപ്പോൾ, യേശു സിനഗോഗിൽ കടന്നു വന്നപ്പോൾ, യേശു ഈ പള്ളിയിൽ കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ, ദീർഘനാളുകളായി അവൻ ഒരു ആശ്വാസത്തിന് വേണ്ടി ആഗ്രഹിച്ച ആ സഹോദരിക്ക് ഹല്ലേലൂയ ആശ്വാസം ലഭിക്കുവാനിടയായെങ്കിൽ, അവൻ സാത്താന്റെ ബന്ധനത്തിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കുവാനിടയായെങ്കിൽ, ഹല്ലേലൂയ, അവളുടെ കൂന് മാറി മറ്റുള്ളവരുടെ മുമ്പിൽ നേരെ നിൽക്കുവാനുള്ള ആമേൻ സ്തോത്രം അവളുടെ ആഗ്രഹം സാധിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അങ്ങനെയുള്ള അനുഭവങ്ങളുടെ ആമേൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ നടക്കുന്ന ആമേൻ സ്തോത്രം ഒരു ഇടമായി ആമേൻ നാം കൂടി വരുന്ന ഇടം മാറുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യത്തിന് അവൻ സൗഖ്യമാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യത്തിന് അവൻ വിടുവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യത്തിന് അവൻ സ്വാതന്ത്ര്യം നൽകുവാൻ കഴിയും. ഹല്ലേലൂയ. അതൊക്കെ സംഭവിക്കുന്ന ഇടങ്ങളായി ആമേൻ സ്തോത്രം നമ്മുടെ ചുറ്റുപാടും മാറുവാൻ ഇന്ന് രാത്രികാലം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ ഇടയാകട്ടെ. ഇന്ന് രാത്രി ഒരിക്കലൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, സ്വാതന്ത്ര്യം ആവശ്യമാണോ? അവൻ യേശുവിലേക്ക് കടന്നു വരിക. അവൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ കണ്ടുമുട്ടാത്തവരായി ആമേൻ സ്തോത്രം പിശാചിന്റെ അടിമത്തത്തിലായിരിക്കുന്നെങ്കിൽ യേശുവിലേക്ക് കടന്നു വരിക. യേശു സ്വാതന്ത്ര്യം നൽകും. പ്രൈസ് ലോർഡ്. ആമേൻ സ്തോത്രം. അല്ല, ഞാൻ സ്വാതന്ത്ര്യം ആമേൻ ലഭിച്ച വ്യക്തിയാണെന്ന് ഇന്ന് രാത്രി ആമേൻ വിശ്വസിക്കുന്ന ദൈവമക്കളെ, ആമേൻ പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അനേകർക്ക് സ്വാതന്ത്ര്യം ആമേൻ സ്തോത്രം പകർന്നു കൊടുക്കുവാൻ, അനേകർക്ക് ഹല്ലേലൂയ സ്തോത്രം ആശ്വാസം പകർന്നു കൊടുക്കുവാൻ, അനേകർക്ക് ദൈവശക്തി പകർന്നു കൊടുക്കുവാൻ ഒരു ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യാത്തിടത്തോളം കാലം ഹല്ലേലൂയ അനേകരുടെ വിടുതലിന് തടസ്സമായി ആമൻ നാം ആയിരിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. ജനക്കൂട്ടത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ കഴിയത്തില്ല. ആമൻ പള്ളിപ്രമാണിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ കഴിയത്തില്ല. ആമൻ സഭകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ജനത്തെ വിടുവിക്കുവാൻ കഴിയുന്ന യേശുവിന്റെ ആമൻ സാന്നിധ്യത്തിന് വേണ്ടി ആമൻ ദൈവജനങ്ങൾ ഒരുക്കപ്പെടുവാൻ, ദൈവസഭകൾ ആമൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ഇടയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്ന എനിക്ക് അവസരം ഒരുക്കി തന്ന അവൻ കർത്താവിന്റെ ദാസനോടും പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്ന ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.